എല്ലാവർക്കും മിസ്റ്റർ മലയാളി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കിച്ചുവിനെ കുറിച്ചാണ്. കിച്ചുവിനെതിരെ കുറേയധികം ആരോപണങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേയധികം പേര് വെക്കുന്നുണ്ടായിരുന്നു. ഒന്ന് രേണു വെച്ചതാണെങ്കിലും അതുപോലെ തന്നെ ബിഷപ്പ്, ഇവർക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത ബിഷപ്പ് ആണെങ്കിലും ശരി. അതിനുശേഷം കുറേയധികം രേണുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഈ ഒരു കിച്ചുവിനെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കിച്ചു ഇട്ട ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് ഭയങ്കര നെഗറ്റീവ് കമൻസും അത് ഭയങ്കരമായിട്ടൊരു പ്രത്യേക രീതിയിലൊക്കെ വളച്ചൊടിക്കാനൊക്കെ കുറേയധികം പേര് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ ഉണ്ടെങ്കിൽ നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ ഇതിന് മുമ്പ് ഓരോരുത്തരായിട്ട് രേണുവിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ബിഷപ്പൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രം ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഉണ്ടെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് സംഭവം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിച്ചു ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കിച്ചു ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെയൊക്കെ ആവശ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പം ഈ ഒരു കിച്ചു പുതിയതായിട്ടൊരു ടീഷർട്ടിൻ്റെയൊക്കെ ഓൺലൈനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ടീഷർട്ട് വിൽക്കുന്നതിൻ്റെ ആണെങ്കിലും അത് ആദ്യമേ തുടങ്ങിയ സമയത്ത് ആ ഒരു ടീഷർട്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് വില വരുന്നത്, എല്ലാവരും വാങ്ങിയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ രേണുവായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. അതിന് മുമ്പ് ഇപ്പം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. ഇത് കണക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീഷർട്ടിനെ കുറിച്ചൊക്കെ. അതിനുശേഷം ഓർഡർ കുറേയധികം പേര് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് കണക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കിച്ചു ഉണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ്. അവിടെ എന്തോ ഈ ഒരു ടീഷർട്ടിൻ്റെയൊക്കെ ആവശ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു കിച്ചുവിൻ്റെ കൂടെ ആ ഒരു ടീഷർട്ടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ വേറെ എൻ്റർപ്രണേഴ്സ് ഈ കടയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്ന 2 പേരാണ്. ഇവർ നേരത്തെയും കിച്ചുവിന് സപ്പോർട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഏതൊരു ഷോപ്പ് കിച്ചു ഉദ്ഘാടനം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സപ്പോർട്ട് ചെയ്യുന്ന കിച്ചുവിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന 2 പേരാണ്, കപ്പിൾസാണ് അവർ. അപ്പോൾ അവർ ഒരുമിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ പോകുന്നു, അവിടെ വെച്ച് ഈ ഒരു കപ്പിളായിട്ടുള്ള പെൺകുട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര മോനെ പോലെയാണ് ഈ ഒരു കിച്ചുവിനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക, വീഡിയോസും കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്തൊക്കെ ഇവൻ്റെ തലയിൽ കൈവച്ച് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ആ ഒരു വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് കിച്ചുവിനെതിരെയൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കമൻസ് വന്നതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പം നിനക്കുണ്ടെങ്കിൽ ഈ ഒരു അമ്മയെ പോലെയൊക്കെ നോക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിന്നെ ഇതുവരെ എത്തിച്ച ആരാന്ന് നീ മറന്നുപോയി, അത് രേണു സുധിയാണ്, നിന്നെ 11 വയസ്സ് തൊട്ട് നോക്കിയതാണ്, നിനക്ക് ഇത്രയും വയസ്സൊക്കെ ആയി എന്നുള്ളതൊക്കെ നിനക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നിന്നെ നോക്കിയ ആളെ നീ വന്ന് തിരിഞ്ഞ് നോക്കിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിലായിരുന്നു കമൻറ്റ്സും വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് വീഡിയോസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ രേണുവിന് ക്യാൻസറായിട്ടിരിക്കുന്ന സമയത്ത് രേണുവിനെ പോയി കണ്ടില്ല എന്നുള്ളതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ഇഷ്യൂ 2-3 ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പേ. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ ഒരു രേണു ഉണ്ടെങ്കിൽ ക്യാൻസറാണ് എന്ന് പറഞ്ഞതിന് ശേഷം കുറേയധികം പേരൊക്കെ രേണുവിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രേണുവിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ഒരുമിച്ച് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ചികിത്സയെ പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഓരോ ദിവസം വീഡിയോയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു കിച്ചു രേണുവിനെ കാണാൻ വന്നിട്ടില്ല, എന്തുകൊണ്ട് കിച്ചു ഇതുവരെ വന്ന് കണ്ടില്ല എന്നുള്ള രീതിയിൽ കുറേയധികം പേര് ഈ ഒരു കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറച്ച് വേറെ ഏതോ വീഡിയോസായിട്ടൊക്കെയാണ് കിച്ചു നടന്നിട്ടുണ്ടായിരുന്നത്, ചലഞ്ചിങ് വീഡിയോസൊക്കെയാണ്. അപ്പോൾ അതിന് താഴെ വന്നിട്ട് കമൻറ്റ് ഇടുമായിരുന്നു, കിച്ചു നീ ഉണ്ടെങ്കിൽ പോയി രേണുവിനെ കാണണം, ഈ ഒരു സമയത്തല്ല വഴക്ക് കൂടിക്കൊണ്ടിരിക്കേണ്ടത്, ഇപ്പം വെയ്യാതിരിക്കുന്നൊരു സമയമാണ്, നിന്നെ എന്തായാലും 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു വ്യക്തിയാണ്, അപ്പം വെയ്യാതിരിക്കുന്ന സമയത്ത് നീ പോയി കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എല്ലാവരും കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ കിച്ചു ഉണ്ടെങ്കിൽ ആ സമയത്തൊന്നും മറുപടിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തോട് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കിച്ചുവിനെതിരെ വീഡിയോയിൽ ഈ ഒരു രേണു സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറേയധികം പേര് കാണാൻ വന്നു, പക്ഷേ ഞാൻ 11 വയസ്സ് തൊട്ട് നോക്കി എൻ്റെ മോൻ എന്നെ കാണാൻ വന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടൊരു
വീഡിയോ ഇട്ടതിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിന് ശേഷം കിച്ചുവിന് നെഗറ്റീവായിട്ട് കമൻറ്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോലും നീ പോയി കാണുന്നില്ല, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പോയി കാണാൻ നോക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു പോയി കാണണം എന്നുള്ളത്. അവസാനം ഞാൻ പോയി കാണാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറേയധികം പേര് ഈ ഒരു കിച്ചുവിനെ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. നിനക്ക് പോയി കാണണം എന്നുണ്ടെങ്കിൽ നീ പോയി കാണുക, അല്ലെങ്കിൽ അല്ലാതെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് വീഡിയോ ഇട്ട് പോയി കാണുവാണ് ജനങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കുറേയധികം പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഈ ഒരു രേണു തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായ സമയത്താണ് കിച്ചു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തുകൊണ്ട് പോയി കാണുന്നില്ല, അതിന് മെയിനായിട്ടുള്ള കാര്യം ഈ ഒരു രേണു സബ്സ്ക്രിപ്ഷൻ പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ആ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അതുവഴി ഈ ഒരു രേണുവിന് പൈസ കിട്ടും. അപ്പം ആദ്യമേയൊക്കെ നല്ല രീതിയിലൊക്കെയാണ് എല്ലാവരും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിലിരുന്ന പോസ്റ്റും കാര്യങ്ങളും രേണുവിൻ്റെ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കിച്ചു ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നത്, കിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയാവാൻ തുടങ്ങിയ സമയത്ത് ഞാനുണ്ടെങ്കിൽ ഈ ഒരു രേണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതേ കണക്കൊന്നും ചെയ്യരുത്. ഋതപ്പൻ, രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള ഋതപ്പനെ ഇത് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആവും, ഇതുപോലെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് രേണു പറഞ്ഞൊരു കാര്യം, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പോയി കാണാത്തത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കിച്ചു ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം രേണുവിന് എതിരെയും കിച്ചുവിന് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് കുറേയധികം പേര് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യം, ഞങ്ങളിതെല്ലാം നേരത്തെ പറഞ്ഞതാണ്, ഈ ഒരു കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുത്തില്ല, രേണു ഇത് നിർത്തണം, ഇപ്പോൾ കിച്ചു തന്നെ വന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ടായിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിന് ശേഷം ഈ ഒരു രേണു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചുവിനെതിരെ. രേണുവിന് തീരെ വയ്യാതിരുന്ന സമയത്ത് കൂടിയാണ് കിച്ചുവിൻ്റെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തീരെ വയ്യാതിരിക്കുന്ന സമയമാണ്, എന്നിട്ട് പോലും ഇതുപോലെ കുറേയധികം പേര് എനിക്കെതിരെ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കിച്ചു ഇട്ട ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കിച്ചുവിന് ആ ഒരു സബ്സ്ക്രിപ്ഷനിലെ കാര്യത്തിലൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യമേ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിൻ്റെ അടുത്താണ് ഇത്ര രൂപയൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ സപ്പോർട്ട് കൂടിയൊക്കെയാണ് ഞാനുണ്ടെങ്കിൽ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മെസ്സേജ് വരെ രേണു കാണിക്കുന്നുണ്ടായിരുന്നു, ഗുഡ് എന്നൊക്കെ പറഞ്ഞ് കിച്ചു അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടെങ്കിൽ കിച്ചു ഇത് കണക്ക് എന്തിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നുണ്ടെങ്കിൽ കിച്ചു ഇതൊന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു വശം ഞാൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷേ അന്ന് എല്ലാ സപ്പോർട്ടും തന്ന് തുടങ്ങാൻ പറഞ്ഞിട്ട് ഇപ്പോഴുണ്ടെങ്കിൽ ഇതേ കണക്ക് പറയുന്ന ഒട്ടും ശരിയായില്ല. എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി. ഈ ഒരു സമയത്ത് പോലും എന്നെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്, അതിന് കിച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ രേണു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്നെ കാണാൻ വരികയോ ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിൽ കൂടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ചർച്ചയാവുകയും ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഭയങ്കര രേണു പറഞ്ഞതിനോട് വിഷമിച്ച കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഈ ഒരു കിച്ചുവിനെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ കിച്ചുവിനില്ലായിരുന്നു. പക്ഷെ അതൊന്നും ആലോചിക്കാതെ കിച്ചു അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കിച്ചുവിനെതിരെ നെഗറ്റീവ് കമൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് കിച്ചു ഇതേ കണക്കൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, നിന്നെ ഇത്ര നാൾ നോക്കിയ ഒരു വ്യക്തിയാണ് ഈ ഒരു രേണു എന്ന് പറയുന്നത്, എന്നിട്ട് അവർക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് നീ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണണം എന്നത് കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയി കാണുന്നതിൽ ഒരു തെറ്റോ കാര്യങ്ങളോ ഇല്ലല്ലോ. പക്ഷെ നീ ഇതേ കണക്ക് വന്നിട്ട് അവരെ സോഷ്യൽ മീഡിയയിൽ മോശക്കാരിയാക്കാനൊക്കെ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ട്സൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കിച്ചുവിനെതിരെ. അതിനുശേഷമാണ് ഇവർക്ക് ഈ ഒരു രേണുവിന് ഈ ഒരു കിച്ചുവിനൊക്കെ വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത ബിഷപ്പ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ കിച്ചുവിനെതിരെ രേണുവിന് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കിച്ചു ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒട്ടും ശരിയല്ല, ഈ ഒരു സമയത്ത് രേണുവിനെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, ഞാനുണ്ടെങ്കിൽ എപ്പോഴും കിച്ചുവിന് എതിരെ സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ രേണുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, ഈ ഒരു പറയുന്ന കിച്ചു ഒന്നും അത്ര വലിയ നല്ല വ്യക്തിയൊന്നും അല്ല, കിച്ചു എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ എനിക്കറിയാം, അതൊന്നും എനിക്ക് തുറന്നു പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല,
ആദ്യമേ ഭയങ്കര നല്ല വ്യക്തിയാണ് എന്ന് കാണിക്കുന്നതിന് മുമ്പ് എന്താണ് പണ്ടൊക്കെ ചെയ്തത് എന്നുള്ളതൊക്കെ ആലോചിക്കണം എന്നുള്ളത് കൂടി ഈ ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ബിഷപ്പിനെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒരു ബിഷപ്പാണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അത് വഷളാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻറ്റ്സ് നെഗറ്റീവായിട്ട് ബിഷപ്പിന് ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ബിഷപ്പ് ഇതിന് മറുപടിയായിട്ട് വന്നെന്ന് പറഞ്ഞ്, ഞാൻ കിച്ചുവിനെ അങ്ങനെ മോശക്കാരനാക്കണം എന്നല്ല വിചാരിച്ചത്, പക്ഷെ എന്നാൽ പോലും കിച്ചുവിനെ പറ്റി നിങ്ങളറിയാത്ത കുറേയധികം കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ബിഷപ്പ് പറയുന്നുണ്ടായിരുന്നു. ഇത് കണക്ക് കുറേ നാളുകൾക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഇത് കണക്ക് കിച്ചുവും ഫ്രണ്ട്സും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. രേണുവിൻ്റെയൊക്കെ അവരെ കോട്ടയത്തുള്ള വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്രണ്ട്സുമായിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് പോലീസ് പൊക്കിയിട്ടുണ്ടായിരുന്നു. അത് വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഒതുക്കി തീർക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അതൊന്നും തുറന്ന് പറയണ്ട എന്നുള്ളത് നിൻ്റെ കയ്യിലാണ് അതെല്ലാം ഇരിക്കുന്നത്. നീ ആവശ്യമില്ലാതെ ഇനി രേണുവിനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഞാനതെല്ലാം തുറന്ന് പറയും. അങ്ങനെ നീ വലിയ നല്ല വ്യക്തിയായിട്ട് രേണുവിനെ അങ്ങനെ മോശക്കാരി ആക്കണ്ട എന്നുള്ള രീതിയിൽ ഈ ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഈ ഒരു ബിഷപ്പിനെതിരെ നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കിച്ചുവിന് കുറച്ച് ദിവസങ്ങളായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് കമൻറ്റ് ഇടുന്നത്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇത് കണക്ക് നോർത്ത് ഇന്ത്യയിൽ എന്തോ ആ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇട്ട വീഡിയോയ്ക്ക് താഴെ വന്നിട്ടും ഇതേ കണക്ക് ആ ഒരു കൂടെ വന്നിട്ടുള്ള ഒരു കപ്പിളിൽ ആ ഒരു പെൺകുട്ടി ഇതേ കണക്ക് ഒരു മോനെ പോലെ നോക്കുന്നത് കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു, സ്വന്തമായിട്ട് നിന്നെ നോക്കിയിട്ടുള്ള ഒരു അമ്മയുണ്ട്, അവരെ പോലും നീ തിരിഞ്ഞു നോക്കുന്നില്ല, പക്ഷേ ഇപ്പം വേറെ കുറച്ച് പൈസയൊക്കെ ആയപ്പോൾ നിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ് നിനക്കിപ്പോൾ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കിച്ചു ഇട്ടതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേയധികം പേര് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്താണ് വന്നിട്ടുണ്ടായിരുന്നത്. നിനക്ക് ചെറുപ്പം തൊട്ടേ ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, പക്ഷേ ഇപ്പം നിന്നെ അതുപോലെ നോക്കുന്നവരാ 2 പേരെയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്. നിനക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹമുള്ളത് അതൊക്കെ നല്ല രീതിയിൽ ഇഷ്ടത്തോടെ ചെയ്യാൻ ശ്രമിക്കുക, നീ നല്ല രീതിയിൽ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ കണക്ക് ആൾക്കാർ പറയുന്നതൊന്നും കേൾക്കേണ്ട എന്നുള്ള രീതിയിലും ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ രേണു കിച്ചു ഒക്കെ ഇഷ്യൂ കുറേ ദിവസങ്ങളായിട്ട് ബിഷപ്പിൻ്റെ ഇഷ്യൂസൊക്കെ കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ലേറ്റസ്റ്റായിട്ട് ഇട്ട കിച്ചു ഇട്ട വീഡിയോയുടെ താഴെ വന്ന കമൻസും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.